ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾക്കും സുഖം തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു പഴംപൊരിയാണ്. ഇപ്പോൾ ആരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനും പണ്ടൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഹോട്ടലിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഈ മഞ്ഞ കളറിൽ കാണുമ്പോഴേ അപ്പോൾ അതൊരു ചന്തമായിട്ടും തോന്നും. അപ്പോൾ അങ്ങനെ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ പണ്ട് കാലത്തൊന്നും ആരും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടല്ല കേട്ടോ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കയ്യിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കിലോ മൈദ ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തവി അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. എന്നിട്ട് ഈ 2 പൊടികളും കൂടിയും ഒന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുമ്പോൾ നമ്മളെ പഴംപൊരിൻ്റെ ടേസ്റ്റ് പോവുകയാണെന്ന് വെച്ചാൽ ഈ പഴംപൊരി നിന്നപ്പോൾ മനസ്സിലായിട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. മധുരമുള്ള സാധനമാണെങ്കിലും നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ 2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇത്തിരിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതന്നെ ഒരു പാകം മധുരം. വലിയ മധുരം പാടില്ല ശരിക്കും പഴംപൊരിക്ക് മാവിനെ. പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്നും ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ടിക്ക് വേണം കേട്ടോ മാവ് കുഴച്ചെടുക്കാൻ. അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പഴം മുറിച്ച് വെച്ചിട്ടൊക്കെ ചിലർ മൈദ ഉണ്ടാക്കുക. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് നമുക്ക് അപ്പോൾ കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ നല്ല എണ്ണ കുടിച്ചും ചെയ്യും. പിന്നെ ചൂടാറി കഴിയുമ്പോൾ അതുകൊണ്ട് പറ്റി പിടിച്ചും പഴത്തുമ്മ മാവ്. ഇതങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കൂട്ടി വെച്ചാൽ ഇതിപ്പോൾ ഞാനൊരു 12 മണിക്കാണ് കൂട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ 4 മണിക്ക് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത്രയും നേരം വെക്കാൻ വയ്യെങ്കിലും വൈകുന്നേരത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ 2 മണിക്ക് ആക്കി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കൂടുതൽ നേരം മാവ് ഇരിക്കുന്നിടത്തോളം നമ്മൾ പഴംപൊരി അത്രയും സോഫ്റ്റും ആയിരിക്കും. എണ്ണ കുടിച്ചുമില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അത് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഞാനീ പറഞ്ഞ പോലെ ഇത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഇത് നമ്മൾ ഇതിനെ കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. ഇതിനെ വന്നപ്പോൾ വാങ്ങിയ പഴമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല പഴമായി തോന്നിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഉള്ളു വല്ലാതാണ്ട് പഴുത്തിട്ടില്ല. പഴംപൊരിക്ക് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നല്ല പഴുത്ത് കറുത്ത പഴം പറയില്ലേ, തൊലി കറുത്ത പഴം, അങ്ങനത്തെ തൊട്ടൊക്കെയാണ് പഴംപൊരി ഉണ്ടാക്കാൻ നല്ലതും ടേസ്റ്റും ഉണ്ടാവുക. ഇത് പക്ഷേ അത്ര ആയിട്ടില്ല. അപ്പോൾ 2-3 ഞാനിതുപോലെ ഇങ്ങനെ നീളത്തിലാക്കി എടുത്തിട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പകുതി മുറിച്ചിട്ടാണ് ആക്കുന്നത്. നമ്മളെ ചെറിയ ചട്ടിയിലല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വലിയതായിട്ടാവുമ്പോഴേ വെന്ത് കിട്ടൂല. പിന്നെ 1 ലിറ്റർ 2 ലിറ്ററൊക്കെ എണ്ണ ഒഴിച്ചാണെങ്കിൽ പറ്റും. വലിയ ചട്ടികളൊക്കെ നമ്മളെത്തുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മുഴുവൻ പഴം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാവ് ഇതുണ്ടോ. അപ്പോൾ നമ്മൾ തുറന്നെടുക്കുമ്പോൾ മാവിൻ്റെ കട്ടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കണം കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ സമയത്ത് കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഇടണുള്ളൂ. 1/2 ടീസ്പൂൺ അത്ര തന്നെ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ അല്ലാതെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ എപ്പോഴും എണ്ണക്കടിക്ക് നമ്മളൊരു ലേശം ചേർക്കുമ്പോഴാണ് അതാണ് പൊന്തി കിട്ടുക. പിന്നെ അപ്പത്തിനാണെങ്കിലും ദോശക്ക് ഏതിനാണെങ്കിലും നമ്മൾ ഉള്ളിവടക്കോ പഴംപൊരിക്കൊക്കെ മാവ് ഉണ്ടാക്കി വെക്കുമ്പോൾ ആദ്യം സോഡാപ്പൊടി കൂട്ടി വെക്കരുത്. അതൊട്ടൊരു കാര്യമല്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നേരത്താണ് ഇട്ടിട്ട് ഇളക്കിയെടുക്കേണ്ടത്. അപ്പോഴേ അത് പൊന്തി വരുള്ളൂ. അപ്പം നമ്മളെ മാവ് ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കഴുകി വെച്ചതാണ്. എള്ളിൻ്റെ കാര്യം പറയണ്ട. അത് മുഴുവൻ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. എനിക്ക് പഴംപൊരി കഴിച്ചപ്പോഴാട്ടോ തോന്നിയത്. അത് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ മാവ് ഇതാ കൈയോട്ട് ഇങ്ങനെ അടിച്ചണം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ ചട്ടിയാണ്. അപ്പോൾ അതിലിത് ഒതുങ്ങി കിട്ടൂലേ.
അത് കാരണം ഞാൻ ചെറിയ പകുതി പകുതി പീസാക്കിയത് കേട്ടോ. അപ്പം 2-3 കായ് ഇതുപോലെ നീളത്തിലാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ വീഡിയോക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട്. മാവിന് ഈ ഒരു കട്ടി വേണം. അപ്പം അങ്ങനെ നമ്മൾ 2 എണ്ണ ഇട്ടതിൽ ഒതുങ്ങണുള്ളൂ ചട്ടിയിൽ. അത് മാവുകൊണ്ട് വെന്തിട്ട് ഞങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ മാവ് പൊന്തി വീർത്ത് വന്നിരിക്കുന്നത്. ഇതാദ്യത്തത് ഇങ്ങനെ വെള്ള കളറൊക്കെ തോന്നും. പിന്നെ ഉള്ളതൊക്കെ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആ പണ്ടത്തെ ആ കളറ് കിട്ടും കേട്ടോ. പഴംപൊരിയുടെ ഒരു കളറും ചേർക്കണ്ട. ഇതാണ് ശരിക്കും പഴംപൊരിൻ്റെ കളർ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ ആൾക്കാർ മറന്നിട്ടുണ്ടാകും. ഒക്കെ മഞ്ഞപ്പൊടി ഇട്ടിട്ടല്ലേ ഉണ്ടാക്കണേ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കോരി മാറ്റിയിട്ടുണ്ട്. എള്ള് കുറച്ചും കൂടിയൊക്കെ ഇടേണ്ടതായിരുന്നു കേട്ടോ. എള്ളോ കരിഞ്ജീരകമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എള്ളെന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മളെ പഴംപൊരി കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ല എത്രത്തോളം സോഫ്റ്റാണെന്ന്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ പഴംപൊരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മുറിച്ചത് ഉണ്ടാക്കുമ്പോഴും സാധാ ഒരു പഴംപൊരിൻ്റെ വലുപ്പമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. അങ്ങനെ നമ്മളിതാ പഴംപൊരികളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അപ്പോൾ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നോക്കിയത്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.